എല്ലാവർക്കും നമസ്കാരം. ശ്രീ ലളിതാ സഹസ്രനാമാവലി പഠനം 87-ാം ദിവസം. ഇന്ന് 861 മുതൽ 870 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമഃ. ഓം കാന്താർത്ഥ വിഗ്രഹായേ നമഃ. ഓം കാര്യകാരണ നിർമുക്തായേ നമഃ. ഓം കാമകേളീതരംഗിതായേ നമഃ. ഓം കനൽ കനക താടങ്കായേ നമഃ. ഓം ലീലാവിഗ്രഹധാരിണ്യേ നമഃ. ഓം അജായേ നമഃ. ഓം ക്ഷയവിനിർമുക്തായേ നമഃ. ഓം മുക്തായേ നമഃ. ഓം ക്ഷിപ്രപ്രസാദിന്യേ നമഃ. ഓം അന്തർമുഖ സമാരാധ്യായേ നമഃ. ഒന്നുകൂടെ പറയാം. ഓം കാന്താർത്ഥ വിഗ്രഹായേ നമഃ. ഓം കാര്യകാരണ നിർമുക്തായേ നമഃ. ഓം കാമകേളി തരംഗിതായേ നമഃ. ഓം കനൽ കനക താടങ്കായേ നമഃ. ഓം ലീലാവിഗ്രഹധാരിണ്യേ നമഃ. ഓം അജായേ നമഃ. ഓം ക്ഷയവിനിർമുക്തായേ നമഃ. ഓം മുക്തായേ നമഃ. ഓം ക്ഷിപ്രപ്രസാദിന്യേ നമഃ. ഓം അന്തർമുഖ സമാരാധ്യായേ നമഃ. ഇനി ഇതിൻ്റെ സാമാന്യ അർത്ഥം കൂടെ നോക്കാം. ഓം കാന്താർത്ഥ വിഗ്രഹായേ നമഃ. കാന്താർത്ഥ വിഗ്രഹ എന്ന് പറഞ്ഞാൽ തൻ്റെ കാന്തൻ്റെ അർത്ഥശരീരിണിയായിരിക്കുന്നവൾ. ശിവനും പാർവതിയും അർദ്ധനാരീശ്വരി രൂപത്തിലുള്ളതാണ്. അപ്പം തൻ്റെ കാന്തൻ്റെ അർത്ഥശരീരിണിയായിരിക്കുന്നവളാണ് കാന്താർത്ഥ വിഗ്രഹ. തൻ്റെ കാന്തൻ എന്ന് പറയുമ്പം പരമശിവൻ. അപ്പോൾ പരമശിവൻ്റെ അർത്ഥശരീരിണിയാണ് ദേവി. അപ്പോൾ അർദ്ധനാരീശ്വരി സ്വരൂപമാണ് ഇവിടെ പറയുന്നത് കാന്താർത്ഥ വിഗ്രഹ. അടുത്തത് കാര്യകാരണ നിർമുക്ത. കാര്യകാരണ ബന്ധത്തിൽ നിന്നും മുക്തയായവൾ. ദേവി എല്ലാറ്റിൽ നിന്നും വ്യതിരിക്തയാണ്. അപ്പം അവിടെ കാര്യകാരണ ബന്ധത്തിൽ നിന്നൊക്കെ മുക്തയായവളാണ് ദേവി. കാമകേളി തരംഗിതായേ നമഃ. കാമകേളിയിൽ, അതായത് ഇവിടെ കാമകേളി എന്ന് പറയുന്നത് കാമേശ്വരനുമായി കേളിയാടുന്നവൾ, പുളകിതയായവൾ. കാമകേളി തരംഗിതായേ നമഃ എന്ന് പറഞ്ഞാൽ കാമേശ്വരൻ്റെ കേളിയിൽ വിളയാടുന്നവൾ. ഓം കനൽ കനക താടങ്കായേ നമഃ. കനകം കൊണ്ടുണ്ടാക്കിയ കർണാഭരണങ്ങളോട് കൂടിയവൾ. കനൽ കനക താടങ്കായേ നമഃ. കനകം കൊണ്ട് ഉണ്ടാക്കിയ കർണ ആഭരണങ്ങളോട് കൂടിയവളാണ് ദേവി. ഓം ലീലാവിഗ്രഹധാരിണ്യേ നമഃ. ലീലാവിഗ്രഹധാരിണി എന്ന് പറഞ്ഞാൽ ഒരു കളി എന്ന നിലയിൽ ഓരോ ശരീരവും സ്വീകരിച്ച് പല ഭാവത്തിൽ മാറുന്നതാണ് ദേവി. അപ്പം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? ദേവി തന്നെയാണ് ഈ പ്രപഞ്ചം. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഓരോ ചെറുതു മുതൽ വലുതു വരെയുള്ള ഓരോ ശരീരം സ്വീകരിച്ച് ഒരു ദേവിക്ക് അതൊരു ലീലയാണ്, ഒരു കളിയാണ്. അപ്പം അങ്ങനെ ഒരു കളി എന്ന നിലയിൽ ഓരോ ശരീരവും സ്വീകരിച്ച് പല ഭാവത്തിൽ ഇരിക്കുന്നവൾ, പല ഭാവം ധരിക്കുന്നവൾ ദേവി. ഓം അജായേ നമഃ. അജ എന്ന് വെച്ചാൽ ഒരിക്കലും ജനിക്കാത്തവൾ എന്ന് പറഞ്ഞാൽ ദേവി ഇവിടെ നിത്യയാണ്. ദേവിക്ക് ജനനവുമില്ല മരണവുമില്ല. അതുകൊണ്ട് ദേവി അജ. ഓം ക്ഷയ വിനിർമുക്തായേ നമഃ. ക്ഷയ വിനിർമുക്ത എന്ന് പറഞ്ഞാൽ ക്ഷയം എന്ന് വെച്ചാൽ നാശം. നാശത്തിൽ നിന്നും മുക്തയായവൾ. ദേവി നിത്യയാണ്. അപ്പോൾ അവിടെ ദേവി നശിക്കുന്നേയില്ല. അങ്ങനെ നാശത്തിൽ നിന്നും മുക്തയായവളാണ് ദേവി. ഓം മുക്തായേ നമഃ. മറ്റുള്ളവരെ കൊതിപ്പിക്കുന്ന സൗന്ദര്യമുള്ളവൾ. അപ്പോൾ ലാവണ്യവതിയാണ് ദേവി. അങ്ങനെ മുക്ത എന്ന് വെച്ചാൽ ലാവണ്യം. മുക്തായേ നമഃ. ലാവണ്യമുള്ളവൾ മുക്ത. ഓം ക്ഷിപ്രപ്രസാദിന്യേ നമഃ. വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്നവൾ. തൻ്റെ ഭക്തരോട് വളരെ പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്നവളാണ് ദേവി. അപ്പം ഭക്തൻ എങ്ങനെ ആയിരിക്കണം? ദേവിയോട് അടുക്കുന്നവരായിരിക്കണം. ദേവിയോടടുത്ത് ദേവിയെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ള യഥാർത്ഥ ഭക്തന്മാർക്കാണ് ദേവി വളരെ പെട്ടെന്ന് പ്രസാദിക്കുന്നത്. അങ്ങനെയുള്ള ഭക്തന്മാരോടാണ്, അതായത് ദേവിയെ അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവരോട് യഥാർത്ഥ ഭക്തനാരാണോ അവരെ പെട്ടെന്ന് ദേവി പ്രസാദിക്കുന്നു. അവരിൽ ദേവി പെട്ടെന്ന് പ്രസാദിക്കുന്നു. ഇനിയും അന്തർമുഖ സമാരാധ്യായേ നമഃ. അന്തർമുഖരായി ധ്യാനത്തിൽ കൂടി ആരാധിക്കപ്പെടുന്നവൾ എന്ന് പറഞ്ഞാൽ, അന്തർമുഖരായി ധ്യാനത്തിൽ കൂടി ആരാധിക്കപ്പെടുന്നവൾ എന്ന് പറഞ്ഞാൽ യോഗിമാരാണ് അങ്ങനെ ദേവിയെ അടുത്തറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ള യോഗിമാരാൽ അല്ലെങ്കിൽ ധ്യാനത്തിൽ കൂടി ആരാധിക്കപ്പെടുന്നവൾ ആണ് ദേവി.
അപ്പോൾ നമ്മളിവിടെ ഓരോ ദിവസവും പുതിയ പുതിയ നാമങ്ങൾ പഠിക്കുന്നു, പുതിയ പുതിയ നാമങ്ങളും അതിൻ്റെ അർത്ഥങ്ങളുമാണ് പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ദേവിയെ കൂടുതൽ കൂടുതൽ അറിയുകയാണ്. നമ്മൾ എത്രത്തോളം ദേവിയെ അടുത്തറിയുന്നു അത്രത്തോളം നമുക്ക് ദേവീ പ്രസാദവും കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ടത് ദേവീ പ്രസാദമാണ്. ദേവീ പ്രസാദം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മറ്റൊന്നും മറ്റൊന്നിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമ്മുടെ എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ച് നമുക്കെപ്പോഴും സന്തോഷവും സമാധാനവും ദേവി തരും. അങ്ങനെയുള്ള ഈ പ്രപഞ്ച മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാവരെയും ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.